കോഴിക്കോട്ടെ താമസക്കാലത്ത് സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥിയായിരുന്ന വിജേഷ് മുഖാന്തരം സ്കൂൾ ഓഫ് ഡ്രാമയിൽ കാർട്ട് എന്ന ബാനറിൽ കുട്ടികൾക്കായി നടത്തിയ നാടക ക്യാമ്പിൽ ക്ലാസ് എടുക്കുവാൻ ചിറമലിന് അവസരം ലഭിച്ചിരുന്നു. അക്കാലത്ത് അവിടെ വിദ്യാർത്ഥികളായിരുന്ന അഭീഷ് ശശിധരൻ, രാജീവ് വിജയൻ, അനൂപ് ചന്ദ്രൻ, വിനു ജോസഫ് തുടങ്ങിയവർ തങ്ങൾ ആരാധിക്കുന്ന സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രതിഭാധനനായ ആ പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്ന് നേരിട്ട് പാഠങ്ങൾ ഗ്രഹിക്കാൻ ഇതൊരു അവസരമായി കണ്ടു. അവർ ചിറമലിന് ക്യാമ്പസിനകത്തു തന്നെ താമസ സൗകര്യമൊരുക്കുവാൻ പദ്ധതിയിട്ടു. രാമചന്ദ്രൻ മൊകേരിയായിരുന്നു അക്കാലത്ത് ഡയറക്ടർ. അദ്ദേഹവും അതിന് മൗനസമ്മതമേകി. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ ഗുരുക്കന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞുകിടക്കുന്ന മണ്ണിലേക്ക് ആ പഴയ വിഖ്യാത ശിഷ്യൻ വീണ്ടും താമസിക്കാനെത്തുകയാണ്. അന്നയാൾക്കറിയില്ലായിരുന്നു, അധികം വൈകാതെ തന്റെ ഗുരുവിനെയും ഗുരു സൃഷ്ടിച്ച കഥാപാത്രങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഒരു നാടകം തനിക്ക് ചെയ്യേണ്ടി വരുമെന്ന്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ജോസേട്ടൻ ഈ കാർട്ടൂൺ പറഞ്ഞൊരു പ്രോജക്റ്റിനോടനുബന്ധിച്ച് ഡ്രാമ സ്കൂളിൽ വരികയാണ് ചെയ്യുന്നത്. 100ഓളം കുട്ടികൾ പല സ്ഥലത്തു നിന്നായിട്ട് വയനാട്ടിൽ നിന്നും അട്ടപ്പാടിയിൽ നിന്നും ഇവിടുത്തെ ജുവനൽ ഹോമിൽ നിന്നും ഒക്കെ ആയിട്ടുള്ളൊരു 100-110 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതിലുണ്ടായിരുന്നു സജീവമായിട്ട്. അപ്പോൾ ജോസേട്ടൻ്റെ ആ തിരിച്ചുവരവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സുർജിത്ത് അക്കാലത്ത് അവിടെ ഗസ്റ്റ് ലെക്ചററായി ജോലി നോക്കുകയായിരുന്നു. അവിടെ ഈ കാർട്ട് ഓർഗനൈസ് ചെയ്തിരുന്നത് മെയിനായിട്ടും വിജേഷ് ആയിരുന്നു അതിൻ്റെ ഒരു നേതൃത്വം കൊടുത്തിരുന്നത്. വിജേഷിൻ്റെ ഒപ്പം ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. ജോസേട്ടൻ പഠിക്കാറുണ്ട്, ഒരു നാടകക്കാരന് 14 ആൾക്കാരെ സൃഷ്ടിക്കാൻ പറ്റും. ആ 14 ആൾക്ക് വേറെ ആൾക്കാരെ 17 ആൾക്കാരെ സൃഷ്ടിക്കാൻ പറ്റും, വേറെ ആൾക്കൊരു 15 സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ നാടകത്തിന് ഭയങ്കര പൊളിറ്റിക്കലായി കണ്ടിട്ടുള്ള വളരെ ചുരുക്കം ഇന്ത്യൻ നാടകവേദിയിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യൻ നാടകവേദിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നാടക സംവിധായകനായിരുന്നു ശരിക്കും. നമ്മൾ പറയുന്ന രത്തന്തീയം, നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ പറയാറുണ്ട്. അതേ ശ്രേണിയിൽ തന്നെ വെക്കേണ്ട, പഠനമാക്കേണ്ട, മുമ്പേ തന്നെ സ്കൂൾ റമ്പിൽ വന്നിട്ട് ക്ലാസ് എടുക്കേണ്ട. കാർട്ട് ക്യാമ്പിൽ ജോസേട്ടൻ ചെയ്തത് കുട്ടികൾക്ക് ഒരുപാട് ന്യൂസ് പേപ്പറുകൾക്ക് നൽകുകയും കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വാർത്ത എടുക്കുകയും വാർത്തയെ നിങ്ങളതിനെ ദൃശ്യവൽക്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഒരു ടെക്സ്റ്റ് ഇല്ലാതെ എങ്ങനെ ഒരു ആശയത്തിൽ നിന്നൊരു ടെക്സ്റ്റ് ഉണ്ടാക്കാം, ഒരു അവതരണ പാഠമുണ്ടാക്കാം എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ജോസേട്ടൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്, എനിക്കൊരു ഡിക്ഷണറി മതി നാടകം ചെയ്യാൻ. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാതെ ജോസേട്ടൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ജോസേട്ടനെ കാണാൻ പറ്റുക, ജോസേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ആള് കുട്ടികളെ വർക്ക് ചെയ്യുന്ന രീതികൾ കാണുക, ഇത് വലിയൊരു ചലനം ഉണ്ടാക്കി ഞങ്ങളിൽ. അപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, ജോസേട്ടൻ ഒരു പ്രൊഫഷനോ ഒരു വർക്ക്ഷോപ്പോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അത് വളരെ ഗുണകരമാവും, നമ്മുടെ കൂടെ കുറച്ച് അധിക സമയം ചെലവഴിച്ചാൽ നന്നാവുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ജോസേട്ടൻ അതിനുശേഷം ഒരു 2 മാസത്തോളം നമ്മുടെ കൂടെ പല സമയങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയും ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു.
അപ്പൊ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ജോസേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയണ പോലെ. അത് ജോസേട്ടന്റെ അത്രയും സജീവമായിട്ട് ആളതിൻ്റെ ഉള്ളിൽ ഇടപെടുകയും ആളവിടെ നിൽക്കുകയും ചെയ്തു അതിന് ശേഷം എന്നുള്ള. ജോസ് ചിറമലിനെ പോലൊരു പ്രതിഭയെ കൈവശം കിട്ടിയപ്പോൾ ആ അവസരം വിദ്യാർത്ഥികൾ ശരിക്കും ഉപയോഗിക്കാൻ ആരംഭിച്ചു. ചിറമൽ അവർക്ക് ഹോസ്റ്റലിന്റെ ഹാളിൽ അനൗദ്യോഗികമായി അഭിനയ പരിശീലന ക്ലാസുകൾ നടത്താൻ തുടങ്ങി. ഓരോ സമയം ഞങ്ങൾ ഇടവേളകളിൽ ഓരോരുത്തരെ അഭിനയം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ജോസേട്ടൻ ഞങ്ങൾക്ക് നാടകം ചെയ്യേണ്ട ഒരാളാണ്. കല എപ്പോഴും ഔദ്യോഗിക പഠനത്തെക്കാൾ ഉപരി അനൗദ്യോഗിക പഠനമാണ്. ഈ ചില പർട്ടിക്കുലർ ടിപ്പിക്കൽ മൊമെന്റിലായിരിക്കും ചില സാധനമൊക്കെ വിട്ടുവരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഈ ഔദ്യോഗിക പഠനം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇതിങ്ങനെ ചില സമയത്ത് ചില വളരെ മൈൻഡ് സെൻസിറ്റീവ് ആവുന്ന സമയത്തായിരിക്കും ഒരു റിയൽ സാധനം വെളിവരുന്നത്. ഒരുപക്ഷെ അതൊരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അമൂല്യ രത്നമാവാം. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജോസേട്ടനെ എൻ്റെ കൂടെ താമസിക്കുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലെ തുടർ താമസത്തിന് സാഹചര്യമൊരുക്കിയവരിൽ പ്രധാനിയായിരുന്നു അന്ന് ഫൈനൽ ഇയർ അഭിനയ വിദ്യാർത്ഥിയായിരുന്ന അനൂപ് ചന്ദ്രൻ. അസാധ്യ നടന്മാരെല്ലാം അല്ലെങ്കിൽ അസാധ്യ തിയേറ്റർ പേഴ്സൺസ് എല്ലാം ജോസ് ചിറമലിന്റെ ശിഷ്യന്മാരാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഡെഡിക്കേഷൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ഇത്രയും ഡെഡിക്കേഷനകത്ത് വരുന്നത്? അപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ടല്ല, ഇതിന്റെ സത്ത അറിഞ്ഞുകൊണ്ടല്ല, അതിന്റെ ആ സത്തയുടെ ഒരു സുഗന്ധവും അതിൻ്റെ ഒരു മാധുര്യവും എല്ലാം നുണയുന്നവനല്ലേ, ഒരു പ്രണയത്തിനകത്ത് പെട്ടുപോയാലല്ലേ അവന് ഇത് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് അനുഭവിച്ചറിയണം. ഈ ജോസേട്ടനെ കുറിച്ചുള്ള നമ്മുടെയൊക്കെ മനസ്സിലെ ചിത്രം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കേരളത്തിൻ്റെ നാടക സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ച് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡയറക്ടറായി മാറിയ, അല്ലെങ്കിൽ നാടക കാഴ്ചകൾ വേറെ തലത്തിലേക്ക് എത്തിച്ച അത്രയും വലിയൊരു മനുഷ്യൻ്റെ ഒരു രൂപമാണ് നമ്മുടെ മുന്നിൽ അപ്പോഴും ഉള്ളത്. പെട്ടെന്ന് ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചത് ജോസേട്ടനെ കൊണ്ടൊരു നാടകം ചെയ്യിപ്പിച്ചാലോ എന്ന് തീരുമാനിക്കുകയാണ്. അന്ന് മുകേരി മാഷായിരുന്നു ഇവിടെ HOD. അപ്പം ഞങ്ങൾ അന്നത്തെ അധ്യാപകരായിരുന്ന എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് നമ്മൾ ശങ്കരപ്പിള്ള സാറിൻ്റെ ഭരതവാക്യം, ശങ്കരപ്പിള്ള സാറിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ജോസേട്ടൻ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കുകയും അന്നത്തെ ഫൈനൽ ഇയർ ബാച്ചിന് വേണ്ടിയിട്ട് ഈ നാടകം ചെയ്യുകയുമാണ് ചെയ്തത്. എന്നാൽ ശങ്കരപ്പിള്ളയെ അധികരിച്ചുകൊണ്ടുള്ള ഒരു നാടകത്തിലേക്ക് ചിറമൽ എത്തിയതിന് പിറകിൽ മറ്റൊരു കഥയുണ്ട്. സ്കൂളിലെ താമസക്കാലത്ത് തൃശൂർ പട്ടണത്തിലൊരു അവതരണം നടത്തി വീണ്ടും സജീവമാകാനുള്ള സാധ്യതയും ചിറമൽ ആരായാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ആകസ്മികമായിട്ടാണെങ്കിലും പട്ടണത്തിൽ വെച്ച് കണ്ടുമുട്ടിയ തൃശൂർ രംഗചേതനയുടെ സാരഥി E.T. വർഗീസിനോട് ഒരവതരണത്തിനുള്ള വേദി ശരിയാക്കി തരാൻ ചിറമൽ ആവശ്യപ്പെടുന്നത്. ഞാൻ സിദ്ധാർത്ഥ ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാനവിടെ ബസ്സിനകത്ത് നിൽക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് വരീസ എന്ന് പറഞ്ഞിട്ട് ആള് റോഡ് ക്രോസ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്കൊരു നാടകം ചെയ്യണതാണ്, എനിക്ക് തിരിച്ചു വരണം, തിയേറ്ററിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ എന്താ പരിപാടി പറഞ്ഞു. പിന്നെ സ്കൂൾ ഗ്രാമിൽ ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു നാടകം ചെയ്യാം. അപ്പോൾ നാടകം ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം നല്ല നിലയ്ക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഞാനത് നമുക്ക് സഹകരിക്കാം. അപ്പോൾ അത് ഞാൻ വരാൻ എനിക്കൊരു തിരിച്ചു വരാൻ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എന്നെ കണ്ടത് എന്തായാലും നന്നായി. രംഗചേതനയാകട്ടെ G. ശങ്കരപ്പിള്ളയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ശങ്കരപ്പിള്ളയുടെ വിവിധ നാടകങ്ങളുടെ അവതരണങ്ങൾ ഉൾപ്പെടുത്തി ഒരു നാടകോത്സവം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ശങ്കരപ്പിള്ളയുടെ ഒരു നാടകം ജോസ് ചെയ്യുകയാണെങ്കിൽ അത് നാടകോത്സവത്തിൽ ഉൾപ്പെടുത്താമെന്ന് വർഗീസ് ഉറപ്പു നൽകി. ഉടനെ തന്നെ ചിറമൽ വർഗീസിനെ കൂട്ടി സ്കൂളിൽ ചെന്ന് വിദ്യാർത്ഥികളുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് ഉറപ്പിച്ചു. ശങ്കരപ്പിള്ളയുടെ ജന്മദിനമായ ജൂൺ 22-ന് ഉദ്ഘാടന നാടകമായി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഈ നാടകം കളിക്കാമെന്ന് തീരുമാനിക്കുകയും വർഗീസ് ചെറിയൊരു തുക അഡ്വാൻസായി നൽകുകയും ചെയ്തു. എന്നാൽ ശങ്കരപ്പിള്ളയുടെ ഏതെങ്കിലും ഒരു കൃതിയുടെ അവതരണമായിരുന്നില്ല ചിറമലിന്റെ മനസ്സിൽ. G. ശങ്കരപ്പിള്ളയുടെ ഏതെങ്കിലും ഒരു നാടകകൃതി എടുക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് എല്ലാവരും പല നാടകകൃതികൾ വായിച്ചു. എന്നിട്ട് പറഞ്ഞു അതിൽ ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുക. എല്ലാവരും അങ്ങനെ ഒരു കഥാപാത്രം തിരഞ്ഞെടുത്തു. അവരോട് ഇത് ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും മോണോലോഗുകളുമായിട്ട് ആളുകൾ വന്നു, അവർ അവതരിപ്പിച്ചു. ഈ കഥാപാത്രങ്ങളെല്ലാം ജോസേട്ടൻ ഒരുമിപ്പിക്കുകയും ഭരതവാക്യം എന്ന് പറഞ്ഞ
നാടകത്തിലെ നടനെയും മിത്രത്തെ എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അച്ചുതണ്ടായിട്ട് നിന്നത് നടനും മിത്രവുമാണ്. അതിനു ചുറ്റും ഈ കഥാപാത്രം. രസകരമായ ഒരു സബ് ടെക്സ്റ്റ് അതിൽ ജോസേട്ടൻ വർക്ക് ചെയ്തത്, നടൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടക കൃത്തിനെയായി, നടൻ ജി ശങ്കരപിള്ളയായി. അപ്പം നാടക സംവിധായകനും നാടക കൃത്തും അതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു പാതയിൽ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രത്തിനെയാണ് നടനിൽ വെച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും ആ നടൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവിടെ ജി ശങ്കരപിള്ളയാണ്. ജി ശങ്കരപിള്ള തൻ്റെ മിത്രത്തിനോട് സംസാരിക്കുകയാണ്. ഭരതവാക്യം വായിച്ചുള്ളവർക്കറിയാം, ഏറ്റവും രസകരമായ മലയാളത്തിലൊരു നാടകൃതി ഭരതവാക്യമാകുന്നത് നടന്റെ അന്തർസംഘർഷങ്ങളെ വെക്കുന്നതുകൊണ്ടാണ്. ഞാൻ ജോസേട്ടനോട് ചോദിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രം എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെന്താ, അങ്ങനെ ആ എല്ലാ ഫ്രീഡവും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും, ആക്ടേഴ്സും മാത്രമല്ല, അതിൽ ഡിസൈൻ സൈഡിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജോസേട്ടൻ ആ ഫ്രീഡം നമുക്ക് തന്നിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത കഥാപാത്രമാണ് ദുര്യോധനൻ. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ദുര്യോധനൻ വെച്ചല്ലേ ചെയ്യുന്നത്, ആ ടെസ്റ്റ് ഒന്ന് പറയുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങി, ഞാൻ ദുര്യോധനൻ, രാജാ ദുര്യോധനൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ജോസേട്ടൻ അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് കൊള്ളാൻ നന്നായിട്ടുണ്ട്, രസമുണ്ട് കാണാൻ, നീ ഒരു പണി ചെയ്യ്, ഇത് ഒന്ന് പെർഫോം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിയേറ്ററിൽ അത് പെർഫോം ചെയ്ത് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ജോസേട്ടൻ എന്നോട് ചോദിച്ചു, വിനു ഇത് രസമുണ്ട് കാണാനൊക്കെ, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ജോസേട്ടൻ പറഞ്ഞ ഒരു ഇമേജ് എന്നെ ഇപ്പോഴും സ്റ്റിൽ ഇസ് റെസണേറ്റിംഗ് ഡീപ്പ് ഇൻസൈഡ് മീ. ജോസേട്ടൻ പറഞ്ഞത്, മൂർഖം പാമ്പിനെ നടുവടിച്ചിട്ടാല് അവിടെ നിന്ന് ചീറ്റുന്ന മൂർഖനെ കണ്ടിട്ടുണ്ടോ നീ? ദുര്യോധന അതുപോലെയാണ്, നടുവടിച്ചിട്ട് നിന്ന് ചീറ്റുന്ന ദുര്യോധനാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി അതിന്റെ സ്വഭാവം മാറി, നമ്മുടെ ടെസ്റ്റ് പറയണ രീതി മാറി. പിന്നെ അദ്ദേഹം നമ്മളെ ഈ പറഞ്ഞ പോലെ, ജോസേട്ടൻ്റെ പ്രോസസ്സ് അറിയാലോ, വരും റൂമിൽ വരും 12 മണി സമയത്തൊക്കെ, എന്തായി അത് പറ കേൾക്കട്ടെ. അങ്ങനെ എന്നെ മാത്രമല്ല, അതിലുള്ള എല്ലാ ആളുകളെ കൂടെ പുറകെ ഈ ഒരു എനർജി, അത് ജീവിതമായിട്ട് ബന്ധപ്പെട്ടും ഈ പ്രകൃതിയായിട്ടും എല്ലാമായിട്ട് കണക്ട് ചെയ്ത ചില എന്താ പറയാ ഇമേജുകൾ നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ മാത്രമല്ല, ഇൻസ്പയർഡ് ആക്ടിങ് എന്ന് പറയില്ല, നമ്മളെ ഫില്ല് ചെയ്ത് നിർത്തും. ജോസേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സമയം പോലും നമ്മൾ അയ്യോ ഇന്ന് വയ്യ, എനർജി ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കില്ല. ആള് നമ്മളെ എവിടുന്നോ എല്ലാ ആളുകളെയും അദ്ദേഹം ഇങ്ങനെ ആ ഒരു എനർജി സോഴ്സിൽ ഇങ്ങനെ ഇട്ട് നമ്മളെ എന്താ പറയാ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് ജോസേട്ടൻ്റെ ഈ ഭരതവാക്യത്തിൽ കിട്ടും വലിയൊരു എക്സ്പീരിയൻസ്. ചിറമ്മലിന് ആതിഥ്യമരുളി പരിചരിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു സംവിധാനത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന രാജീവ് വിജയൻ. ഓർമ്മയുണ്ട്, രാജീവൻ ജോസേട്ടന്റെ മുടിയൊക്കെ വെട്ടി ഡൈ ചെയ്ത് ജോസേട്ടനെ ചെറുപ്പക്കാരനാക്കുക, എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട ഫുഡ് കൊടുക്കുന്നു, മദ്യപാനം കുറയുന്നു, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് മദ്യപാനം ഇതാവുന്നു. മകൻ രാജീവ് തന്റെ ഫൈനൽ പ്രൊഡക്ഷനായി തിരഞ്ഞെടുത്ത മുദ്രാ രാക്ഷസത്തിന്റെ റിഹേഴ്സൽ നടക്കുന്ന കാലമായിരുന്നു അത്. ജോസേട്ടൻ മുദ്രാരാക്ഷസം ചെയ്തിട്ടുണ്ട്. അപ്പം ജോസേട്ടൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ ചാണക്യനായിട്ട് അഭിനയിച്ചത്, ചാണക്യനായിട്ട്. അപ്പം ജോസേട്ടനായിട്ട് സംസാരിക്കാനും കൂടുതൽ സമയം ഇടപെടാനൊക്കെ രാജീവും ജോസേട്ടനും കൂടിയാണ് ഈ റൂമിലുണ്ടായിരുന്നത്. അപ്പൊ ഭരതവാക്യം നടക്കുന്ന സമയത്ത് തന്നെ ഇതും നടക്കണ്ട അതിന്റെ കൂടെ പ്രോസസ്സ്. അപ്പൊ രാജീവ് ചില ദിവസങ്ങളിൽ വന്നു, വിനു അതെ ജോസേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അത് ചെയ്താൽ അങ്ങനെ ചാണക്യൻ അങ്ങനെ ചാണക്യം മറ്റേ വലിയൊരു എന്താ പറയാ ഒരു ഏരിയയുടെ ബോളിൽ നിന്ന് ഇറങ്ങി വരുന്നു, കയറിപ്പോടും, അയാൾ സംസാരിക്കുന്ന രീതി. അപ്പൊ ഇതൊക്കെ ജോസേട്ടൻ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ ആ പ്ലേക്കുള്ളിൽ കൂടെ ഞാൻ പറഞ്ഞ അദ്ദേഹം ഈ ഭരതവാക്യം ശങ്കരപ്പിള്ളയ്ക്ക് ശേഷം ഒന്നും പ്ലേ മാത്രമല്ല, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന 2-3 മാസം അവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഈ എനർജി സോഴ്സ് സ്പ്രെഡ് ചെയ്തിരുന്നു. രാജീവ് 2021 കോവിഡ് കാലത്ത് മരണപ്പെട്ടു. അട്ടപ്പാടിക്കാരനായ വിനു ജോസഫിന്റെ സഹോദരിയുടെ വിവാഹം റിഹേഴ്സലിനിടയിലായി വന്നു. ഞാനിത് പോകാൻ പറ്റുമോ, കാരണം പ്രൊഡക്ഷൻ നടക്കാല്ലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പൊ ജോസേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? ജോസേട്ടൻ എന്നിട്ട് 2 ദിവസം, അതായത് വിവാഹത്തിന് 2 ദിവസം മുമ്പ്, ഒരു ശനി ഞായറൊക്കെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, വിനു നമുക്ക് അട്ടപ്പാടിക്ക് പോയാലോ? അട്ടപ്പാടിക്ക് പോവാം, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്, വിവാഹമുണ്ട്. അങ്ങനെ ജോസേട്ടൻ നമ്മൾ ഈ ഫുൾ നാടക ഈ ആൾക്കാരല്ലേ, ഈ വിദ്യാർത്ഥികൾ, സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥികൾ, നമ്മളെല്ലാരും കൂടി രാത്രി 1:30 ഇവിടുന്ന് പോകുന്ന ഒരു ബസ്സുണ്ട്, ആരക്കെട്ടി ബസ്, അതിൽ അട്ടപ്പാടിക്ക്
പിന്നെ ബാക്കി പ്ലേയുടെ ആ റിഹേഴ്സൽ ഷെഡ്യൂളിൽ കുറച്ച് കാര്യങ്ങൾ നടന്നത് നമ്മുടെ വീട്ടിലാണ്. ഈ വിവാഹം നടക്കുന്നുണ്ട്, ഒപ്പം ഇത് നടക്കുന്നുണ്ട്, ഈ റിഹേഴ്സൽ. അങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ പറയണത് ആ പ്ലേ പ്രൊഡക്ഷൻ്റെ ഒരു 2-3 ദിവസം പ്രോസസ്സ് നടന്നത് നമ്മുടെ അട്ടപ്പാടിയിൽ വീട്ടിൽ അവിടെ വെച്ചാൽ അദ്ദേഹം മുഴുവൻ സമയം 100% ഈ പ്ലേ പ്രൊഡക്ഷനും ഈ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ലഹരിയിലാണ് ജീവിച്ചിരുന്നത്. ഇതിലൊക്കെ നമ്മളെ നിൽക്കാൻ പ്രേരിപ്പിച്ചതും തിയേറ്ററിൽ വേരുറച്ച് നിൽക്കാൻ പ്രേരിപ്പിച്ചതും അതിനൊരു ശക്തി സ്രോതസ് തന്നതും ജോസേട്ടൻ്റെ 2-3 മാസത്തെ ഒരു ഇടപെടൽ എന്നെ വല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലിസ്ബനിൽ പഠിക്കാൻ പോയി, ലണ്ടൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൽ. അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്തും നമുക്ക് ഒത്തിരി ടീച്ചേഴ്സിന്റെ കൈ കൂടെയും ഒത്തിരി ഡയറക്ടേഴ്സിന്റെ കൈ കൂടെയും ഒത്തിരി നല്ല തിയേറ്റർ പ്രാക്ടീഷൻസിന്റെ കൂടെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോണത്. ആ സമയത്തും ഇങ്ങനെ ചില പേരുകൾ, ജോസേട്ടനെ പോലെ ചില വ്യക്തികളുടെ സ്വാധീനം നമ്മളില് നമ്മൾ അങ്ങനെ നോക്കുമല്ലോ, ഒരു സ്പേസിൽ പോകുമ്പോൾ അങ്ങനെ നമ്മളെ ചാർജ് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ തീരെ ചുരുക്കം കണ്ടിട്ടുള്ളൂ. ഞാൻ ലിസ്ബനിൽ പഠിക്കുന്ന സമയത്ത് പല മോഡുകൾ പഠിപ്പിക്കാൻ, പല ടെറിട്ടറീസ് പഠിപ്പിക്കാനും പ്രൊഡക്ഷൻസ് ഉണ്ടാക്കാനും കൂടെ വർക്ക് ചെയ്യാനൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നിരുന്നു. പക്ഷെ എങ്കിൽ തന്നെയും ഈ ജോസേട്ടന്റെ ഒരു എനർജി, അത് നമ്മളിലുണ്ടാക്കുന്ന ഒരു സ്വാധീനം ചെലുത്താൻ തീരെ വളരെ കുറച്ച് പേർക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും, അതായത് അപ്പോൾ വന്ന് ജോയിൻ ചെയ്ത കുട്ടിയടക്കം ഏറ്റവും സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥി വരെ ഒരു അതായത് ചുണ്ടൻ വള്ളത്തിലിരിക്കുന്ന ഓരോ തുഴക്കാരെ പോലെ, അതായത് സ്റ്റാർട്ടിങ് ഫീസിൽ മുഴങ്ങിയാൽ 1, 2 എന്നുള്ള താളം വീഴുന്ന സമയം മുതൽ ഇവർ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതോടെ ഈ തുടക്കക്കാരനും ഏറ്റവും ഒടുക്കക്കാരനും കൂടെ ഒറ്റ ചരടെ പുറത്തൊരു മാല പോലെ ആകുന്നത് പോലെ ഞങ്ങളുടെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഇങ്ങേയറ്റവും അങ്ങേയറ്റവും ഒറ്റ ചരടെ പുറത്ത മാല പോലെയായിട്ട് ആരംഭിച്ചു. ഭാരതവാക്യം ആഫ്റ്റർ ജി ശങ്കരപ്പിള്ള. അപ്പൊ അതിലൊരു പ്രധാന വേഷം അഭിനയിക്കാൻ തിരഞ്ഞെടുത്ത് തന്നെയാണ് ശങ്കരപ്പിള്ള സാറിന്റെ വേഷം. ശങ്കരപ്പിള്ള സാറിൻ്റെ സന്തോഷവും ദുഃഖവും അദ്ദേഹത്തിൻ്റെ ചില വിങ്ങലുകളും വിഹുലതകളും ഒക്കെ വളരെ ആധികാരികമായി അദ്ദേഹത്തിൻ്റെ ചില കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിൽ നിന്ന് ആ കഥാപാത്രങ്ങളിൽ കൂടെ അദ്ദേഹത്തെ വായിച്ചെടുക്കുക. രസകരമായൊരു പ്രോസസ്സാണ് ആ നാടകകൃതി നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ അതുവരെ മലയാളത്തിൽ അത്തരത്തിലൊരു പ്രോസസ്സ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രാമറ്റർജി എന്ന് പറഞ്ഞൊരു പദത്തിൻ്റെ ഒരു പ്രവർത്തനം ഞാൻ ആദ്യമായി കണ്ടത് ആ നാടകത്തിലാണ്. കാരണം ആ നാടകത്തിനൊരു നിയതമായ ഒരു നാടകകൃതിയിൽ നിന്ന് എടുത്ത നാടകമല്ല. ജോസേട്ടൻ ഓരോ ആളുകളെയും പഠിക്കുകയും ഓരോ ആളുകൾ എന്തെന്ന് മനസ്സിലാക്കുകയും അറിയാതെ ഞങ്ങളുടെ ഉള്ളിലേക്ക് നാടകം എന്ന് പറഞ്ഞ കലയെ പതുക്കെ അതിനൊരു അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഇത്തരത്തിലൊരു പ്രോസസ്സിലേക്ക് വന്നതോടുകൂടി സ്വാഭാവികമായിട്ട് നാടകത്തിൻ്റെ ഒരു സ്ട്രക്ചറായി. പിന്നെ ഒരേ സമയം പാരലായിട്ട് സമാന്തരമായിട്ടുള്ളൊരു യാത്രയാണ് എന്ന് പറഞ്ഞാൽ ഈ ഭരതവാക്യത്തിൻ്റെ സമാന്തരമായിട്ട് തന്നെ ജോസേട്ടൻ ഉണ്ടാക്കിയ ഭരതവാക്യം ആഫ്റ്റർ GSP എന്നാണ്, ആഫ്റ്റർ ജി ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞ രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ വരുന്നു, ഈ പറയുന്ന അവസാനം മരണം പോലും വരുന്നുണ്ട്. ഓരോ കുന്തി വരുന്നുണ്ട്, അല്ലെങ്കിൽ പൂജാമുറിയിലെ കഥാപാത്രങ്ങൾ വരുന്നു, അല്ലെങ്കിൽ മൂദേവി ദൈവത്തിലെ കഥാപാത്രം വരുന്നു, അല്ലെങ്കിൽ ദുശാസനൻ വരുന്നു. ഇങ്ങനെ എല്ലാ ശങ്കരപ്പിള്ള എഴുതിയ എല്ലാ അല്ലെങ്കിൽ നമ്മളെ കറുത്ത ദൈവത്തിലെ കഥാപാത്രങ്ങൾ, ഇങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും വന്ന അവസാനം മരണത്തിലേക്ക് പോകുന്ന സമയത്ത് മരണവുമായിട്ടുള്ള സംസാരങ്ങൾ വരികയാണ്. കാരണം ഒരുപാട് രാത്രീഞ്ചരന്മാരെ എഴുതിയ ഒരാളാണ് ജി ശങ്കരപ്പിള്ള. അപ്പൊ രാത്രീഞ്ചരന്മാരാരാണ്? ജി ശങ്കരപ്പിള്ളയ്ക്ക് പ്രണയം ഉണ്ടായിരുന്നു, ജി ശങ്കരപ്പിള്ളയ്ക്ക് ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലെയർ ചോദ്യങ്ങൾ ഇട്ടൊരു നാടകമാണ്. വളരെ സിമ്പിളാണ് നാടകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരങ്ങ് എന്ന് പറഞ്ഞ നടനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 5 തലങ്ങളും പുറകിലൊരു റാമ്പും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രാമ സ്കൂളിൻ്റെ പരിമിതികൾക്കകത്തുനിന്നാണ്. പക്ഷെ ഹൃദയം പറിച്ചു കൊടുത്ത ഒരുപാട് നടന്മാരും സംവിധാന സ്റ്റുഡൻസുമായിട്ടുള്ളതാണ് നാടകം നടന്നത്. ഭരതവാക്യം ജി ശങ്കരപ്പിള്ളയ്ക്ക് ശേഷം എന്നുള്ളതാണ്. നിനക്ക് സന്തോഷമായല്ലോ എൻ്റെ ആശാനെ. അപ്പം എന്നെ ഇടയ്ക്ക് ചീത്ത പറയണ്ടേ, ശങ്കരപ്പിള്ളക്കാരും വലിയ ശങ്കരപ്പിള്ള പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരപ്പിള്ള സാറിൻ്റെ പരിപാടികൾ നടത്തുന്ന കാരണം എന്നെ ചീത്ത പറയാറുണ്ട്. അപ്പോൾ നിനക്കും നല്ല സന്തോഷമാവട്ടെ, ഞാൻ എന്തായാലും ചെയ്യാം, ആ പിള്ളേരെ വെച്ചിട്ട് കുട്ടികളെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അന്ന് പറഞ്ഞു ശരി, അന്ന് നമുക്ക് ജൂൺ 22-ന് വെക്കുക. അപ്പോൾ ജൂൺ 22-ാം തീയതി ഉദ്ഘാടനമാണ്, 3 ദിവസത്തെ നാടകോത്സവമാണ് ഉദ്ഘാടനം. ശരി എന്ന് പറഞ്ഞു. എന്നാൽ ജൂൺ 22-ന് നാടകം തയ്യാറായില്ല. അടുത്ത മാസം രംഗചേതന തന്നെ നടത്തിയ നാടക സാങ്കേതിക പരിശീലന കളരിയുടെ സമാപന ദിവസമായ ജൂലൈ 3-ാം തീയതിയാണ്
റീജിയണൽ തിയേറ്ററിൽ നാടകം അരങ്ങേറിയത്. ജോസേട്ടൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആക്ടേഴ്സിനെ വർക്ക് ചെയ്യേക്കുന്ന ഒരു രീതി വ്യത്യാസമാണ് ശരിക്കും. അത് എന്ന് പറഞ്ഞാൽ പലരുടെ രീതി വ്യത്യാസമാണെന്ന് നമുക്കറിയാം, എങ്കിലും പുള്ളി തന്നെ ഇൻവോൾവ് ആയിട്ട് പുള്ളി ഇത്ര എനർജി കളഞ്ഞിട്ട് ഒരു ഡയറക്ടറും ഒരു ആക്ടറുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരാളുടെ ഇമോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ആക്ടറിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ നമ്മൾ ചെയ്യുക, പക്ഷെ അത് പുള്ളിയുടെ തന്നെ ഉത്തരവാദിത്വമായിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അങ്ങനത്തെയുള്ള ഡയറക്ടേഴ്സ് വളരെ റെയറാണ്. കാരണം ഫിസിക്കലി തന്നെ പുള്ളി തളരും ഞങ്ങൾ ഒരു റിഹേഴ്സൽ കഴിയുമ്പോൾ. കാരണം പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ്, നമ്മളെ കാണിക്കാനല്ല. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ പുള്ളിയുടെ ശരീരമൊക്കെ ഇങ്ങനെ കോൺട്രാക്റ്റ് ഒരു വല്ലാത്ത അവസ്ഥ നിൽക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഡയലോഗ് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അതേ ഇമോഷൻ പുള്ളിയുടെ കണ്ണിൽ ഇങ്ങനെ വരും. നമുക്ക് തോന്നുന്നു ചില ആക്ടേഴ്സ് നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പുള്ളി അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞിട്ട് പറയും, അവിടെ അങ്ങനെയല്ല, അത് ഇങ്ങനെ എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. എക്സ്പ്ലെയിൻ ചെയ്തിപ്പോൾ അത് പുള്ളി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമെന്നല്ല പറയുക, അതിനൊരു ശരിക്കും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അത് സംസാരിക്കാൻ അറിയാം പുള്ളിക്ക്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശരിക്കും അത് മാറ്റും, നമുക്കത് തോന്നും അതവിടെ ഉണ്ടെന്ന്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല കഴിവാണ് പുള്ളിക്ക്. ചില ആൾക്കാർ പറയില്ല അത് ശരിയല്ല, നിങ്ങളൊന്ന് ചെയ്തെടുക്കുമെന്ന് പറയാം. അത് കുറേ ഒരു അളവ് വരെ ആക്ടറിന് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് നിങ്ങൾ ചെയ്തെടുക്കൂ എന്ന് പറയുന്നത്. പക്ഷെ പുള്ളിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ പുള്ളി ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് തരാൻ പുള്ളിക്കൊരു കഴിവുണ്ട്. എല്ലാവരും പറഞ്ഞു പുള്ളി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു സമയത്താണ് പുള്ളി നിന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കത് ഫീൽ ചെയ്തില്ല. കാരണം ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര വിഗറസ് ആയിട്ടുള്ള എനർജിയുള്ള ഒരാളാണ്. പുള്ളി എപ്പോഴും കണ്ടാൽ നമുക്ക് സങ്കടമുള്ള ഒരാളായിട്ട് ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എപ്പോൾ കണ്ടാലും അതുപോലെ എപ്പോൾ കണ്ടാലും ഇത് ചെയ്യണം, നീ ഭയങ്കര ആക്ടറാണ് ഇങ്ങനെ പറയും. നമുക്കൊന്നും നമ്മൾ ചിലപ്പോൾ വലിയ ആക്ടറൊന്നും ആയിരിക്കത്തില്ല, പുള്ളി പറയുന്നത് കേൾക്കുമ്പം പുള്ളിയല്ലേ പറയുന്നേ, നമുക്ക് തോന്നും ഓക്കെ മേ ബി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം, ഭയങ്കര ബ്രൈറ്റായിരിക്കുന്നതിൻ്റെ ഒരു ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ഒരാൾ എവിടെയാണ് സ്റ്റക്കായത് എന്ന് മനസ്സിലാവാൻ പറ്റും. ചില ഡയറക്ടേഴ്സിന് ആ ക്വാളിറ്റി തീരെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ പിന്നെയും നമ്മളിങ്ങനെ എരിയേരി കൊടുത്ത് നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങളെ കൊണ്ട് പറ്റാഞ്ഞിട്ടുള്ള എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളവിടെ എത്തിക്കാനുള്ള ഞങ്ങൾക്ക് കഴിവില്ല, ഓക്കെ അവിടെ എത്തിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു ഇത് കാണില്ലേ, ഒരു വഴി കാണില്ലേ, ആ ഒരു വല്ലാത്തൊരു കഴിവുണ്ട്. അത് ബ്രൈറ്റ് ആയതുകൊണ്ടാണ്, ബുദ്ധി നന്നായിട്ടുള്ളതും കൂടെ ഉള്ള സംഭവമാണ്. ഒരാളെ റീഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയില്ലേ, ആക്ടേഴ്സിനെന്നുള്ളൊരു വേറൊരു മനുഷ്യനെ അവരെ സൈക്കോളജിക്കലി റീഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞൊരു കഴിവാണ്. അത് നന്നായിട്ടുള്ള ഒരാളാണ്. ഒരു ഗംഭീര പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സിൽ പങ്കെടുത്തവർ ഇന്ന് മുഴുവൻ പ്രൊഫഷണലി ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അതാണ് അതിനൊരു അത് തന്നെയാണ് കേരളത്തിലോട്ട് അത് മനസ്സിലാക്കുന്ന കേരളത്തിലുടനീളം ഈ അമേച്ചർ നാടക രംഗത്ത് ജോസഫിന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞ് രൂപപ്പെട്ടിട്ടുള്ള മുതൽ അക്കാഡമിക്കലാണ്. ശശിയേട്ടനെ പോലുള്ള നാടകങ്ങളും കണ്ടാൽ വളരെ ഹൈ അക്കാഡമിക്കൽ ലെവലിലാണ് അവർ പെർഫോമൻസ് വയ്ക്കുന്നത്. അത് ഈ ജോസേട്ടന്റെ തന്നെ ഏറ്റവും വലിയ ഗുണമാണ്. എവിടെ ചെന്ന് ആ ഒരു പ്രോസസ് നടത്തിയോ അവിടെ ഒരുപാട് ആളുകൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യപ്പെടും. അവര് തിയേറ്ററിൽ മാത്രം വർക്ക് ചെയ്യും. അതൊരു മാജിക്കാണ്. എൻ്റെ ലൈഫിൽ ആസ് എ തിയേറ്റർ പേഴ്സൺ ഞാൻ ഇന്ന് 2 കാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, തിയേറ്റർ കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് വേറെ ജോലിയിൽ ഞാൻ തിയേറ്റർ അധ്യാപകനാണ്, ഞാൻ മനോഹരമായി ജീവിക്കും. അതിന് ഒരു കാരണക്കാരൻ കൂടിയാണ് ജോസഫ്. അത് നമ്മൾ മാനസഗുരു എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ സ്കൂൾ ഡ്രാമയിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഒരു ടീച്ചർ ആണ് തീർച്ചയായും പറയും. നല്ല ഓഡിയൻസ് ആയിരുന്നു അന്ന്. അപ്പോൾ അന്ന് നമ്മൾ ആ നാടകം കണ്ടിട്ട് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ജോസ് ചെറുമണി നമുക്ക് തിരിച്ചു കിട്ടി. ജോസ് ചെറുമണി അപ്പോൾ അവരോടും പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ഡ്രാമയിലത്തെ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തിരുവനന്തപുരമായിട്ട് പ്രവർത്തിക്കാനാണ് കണ്ടിട്ടുള്ളത്. അവരുടെ സപ്പോർട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ഓടി വന്നിട്ട് ആ നാടകം കഴിഞ്ഞിട്ട് ഓടി വന്നിട്ടും ഇതിൻ്റെ ഒരു അവസരം എനിക്ക് തന്നതിൽ നന്നായി എന്നൊക്കെ ആ കുട്ടികൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജോസിൻ്റെ താല്പര്യം നല്ല എല്ലാവരും ജോസിനെ നന്നായിട്ട് ജോസിൻ്റെ 2ാം വരവ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അത് കണ്ടത് എനിക്കും തോന്നി. നല്ലൊരു സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു അതിൽ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചിറമൽ തൃശ്ശൂരിൽ അവതരിപ്പിക്കുന്ന നാടകാവതരണം കാണാൻ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം റീജിയണൽ തിയേറ്ററിലെത്തിയിരുന്നു. ചിറമലിന്റെ മുൻകാല അവതരണങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർബലമായ അവതരണമാണ് അവരവിടെ കണ്ടതെങ്കിലും ജോസ് ചിറമലിന്റെ ഒരു സ്പാർക്ക് അവർക്കതിൽ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, ചിറമൽ ശങ്കരപ്പിള്ളയെ കേന്ദ്ര കഥാപാത്രമാക്കി അത്തരമൊരു ഇംപ്രവൈസ്ഡ് സ്ക്രിപ്റ്റിന് രൂപം കൊടുത്തത് ഏവരെയും അത്ഭുതപ്പെടുത്തി.
ജോസ് ചിറമ്മൽ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് ബോധ്യപ്പെട്ട അവർ ചിറമ്മലിനെ കണ്ട് ആഹ്ലാദം പങ്കിട്ടു. അന്ന് നാടകം കണ്ടിട്ട് എല്ലാവരും പറയുകയും ചെയ്തു, ഇത് ഒരു തിരിച്ചുവരവാണ്, ഇനി മുന്നോട്ട് നമുക്ക് പോകണമെന്ന്. ഭയങ്കര ഒരു ആംബിയൻസ് ആയിരുന്നു റീജിയണൽ തിയേറ്ററിൽ. റീജിയണൽ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ജോസേട്ടൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ആംബിയൻസ് തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് അതിന് ശേഷം ജോസേട്ടനെ കാണുന്ന സമയത്തും ആള് വളരെ ഇൻസ്പയർഡ് ആയിരുന്നു. പല കാര്യങ്ങളും തിരിച്ചു പിടിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. ശരിക്കും ആള് ചെറുപ്പക്കാരുടെ ഒരു എന്താ പറയുക, ഒരു വലയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് വീണ പോലെ. കാർട്ട് ക്യാമ്പിന് ശേഷം വിദ്യാർത്ഥികളായ ഞങ്ങള് ജോസേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ജോസേട്ടൻ്റെ പ്രായമൊക്കെ മാറുക. സ്വാഭാവികമായിട്ട് ഈ നാടക ആലോചന വന്നതോടുകൂടി ഒരുപാട് ആലോചനകൾ ജോസേട്ടന് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ MBA വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട നാടകത്തിനെ പ്രൊഫഷണലിസമാക്കാനുള്ള ഒരു ആലോചന, നാടകം എല്ലായിടത്തും കളിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ 5 മണിക്ക് ശേഷം അതിനെ ആലോചിക്കാൻ പരിപാടി, റൂട്ടിനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞൊരു ആലോചന വരുന്നു. ഇതോടൊപ്പം റൂട്ടിനെ ഒപ്പം ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു നാടക സംഘം രാജീവുമായിട്ട് തുടങ്ങാൻ ആലോചിച്ചു. പിന്നീട് രാജീവ് അത് വടക്കാഞ്ചേരിയിൽ അത് തുടങ്ങി വെച്ചു. ഇക്കാലത്ത് ചിറമ്മൽ തൃശൂരിലെ തന്റെ ആദ്യകാല സുഹൃത്തുക്കളെയും ശിഷ്യന്മാരെയും ബന്ധപ്പെട്ട് റൂട്ടിനെ വീണ്ടും സജീവമാക്കാനുള്ള തന്റെ ആഗ്രഹം അവരെ അറിയിച്ചു. എനിക്ക് ഭയങ്കര ത്രില്ഡായി. ജോസേട്ടൻ ഒരു പ്ലേ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ, എന്നിട്ട് വാൻ ഗോഗിനെ കുറിച്ചുള്ളൊരു പ്ലേ ആണ് ആളുടെ മനസ്സിലാകത്തുണ്ടായിരുന്നത്, അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ വന്നിട്ട് അതിനെക്കുറിച്ച് കുറേ പറഞ്ഞു. കുറേ കാര്യങ്ങൾ ആ പ്ലേ ചെയ്യണതിനെക്കുറിച്ചും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ലൈബ്രറിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ട് ബുക്കുകൾ റെഫർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ആ രീതിയിലൊരു പ്രതീക്ഷ പുലർത്തിയിട്ട് തന്നെയാണ് ആ കാലത്ത് ജോസേട്ടൻ ജീവിച്ചിരുന്നത്. തന്നെയല്ല, ഇതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് നമ്മളുടെ ആ ഒരു ചിന്ത ശരിയാണെന്നും തോന്നി. എന്താ വെച്ചാൽ അതുവരെ ജോസേട്ടൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അത് ആ നാടകത്തിൽ നിന്ന് നാടകം അതിൻ്റെ ഒരു പരിപൂർണതയിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്യാമ്പ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജോസേട്ടൻ്റെ ഒരു സ്ഫുരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റി. നാടകം കഴിഞ്ഞിട്ട് ജോസേട്ടൻ വന്ന് കെട്ടിപ്പിടിക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഞാൻ ജോസേട്ടനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. അപ്പോൾ ജോസേട്ടൻ്റെ ആ ഒരു പഴയ ഒരു മുഖം അല്ലെങ്കിൽ ജോസേട്ടൻ്റെ ഒരു സംഭവം നമുക്ക് തിരിച്ച് കാണാൻ ഉള്ള അവസരം ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ആവേശം തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജോസേട്ടൻ പറഞ്ഞു, അതേടാ ഞാനും ആ ഒരു ഊർജം എനിക്കിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കൂടെയുണ്ട്, സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ അവരും അതുപോലെ തന്നെ വേറെ പല ഭാഗത്തുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ആയിട്ട് സഹകരിച്ചിട്ട് നമുക്ക് പുതിയ വർക്കുകളും പുതിയ കാര്യങ്ങളും നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു വല്ലാത്തൊരു ആവേശം തന്നിരുന്ന സമയമാണ് ജോസേട്ടൻ. എന്നാൽ തൃശൂരിലെ പഴയ ശിഷ്യന്മാരിലും സുഹൃത്തുക്കളിലും സ്കൂളിലെ നാടക വിദ്യാർത്ഥികളിലും ചിറമ്മൽ മുളപ്പിച്ച പുതിയ പ്രതീക്ഷകൾക്ക് അധികം വൈകാതെ മങ്ങലേറ്റു. ആരോടും ഒന്നും ഉരിയാടാതെ ചിറമ്മൽ സ്കൂളിൽ നിന്ന് അപ്രത്യക്ഷനായി. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ഈ ജോസേട്ടൻ്റെ മരണവാർത്ത, എനിക്കത് വിവരിക്കാൻ പറ്റില്ല, അത്രയും വല്ലാത്തൊരു പെയിൻ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ജോസ് പോയത് എങ്ങോട്ടായിരുന്നു? കുറച്ചു കാലത്തേക്ക് അദ്ദേഹം എവിടെയായിരുന്നുവെന്നത് അജ്ഞാതമായി അവശേഷിക്കുന്നുണ്ടെങ്കിലും ചിറമ്മൽ പിന്നീട് കോഴിക്കോട്ട് സംഗമത്തിലെത്തുന്നുണ്ട്. വിൽസൺ സാമുവലിന്റെ അരികത്തേക്ക് അവരുടെ ഏറ്റവും പുതിയ നാടകമായ ജ്ഞാനപീഠത്തിന്റെ സംവിധായകനായി. നാടകരചയിതാവ് രവിവർമ്മ. ഒരു സുപ്രഭാതത്തിൽ വിൽസേട്ടൻ വിളിച്ചു പറയുന്നു, നമ്മുടെ പുതിയ നാടകം ജോസ് ചിറമ്മലാണ് നാടകം സംവിധാനം ചെയ്യാൻ പോകുന്നത് പറയാം.
അപ്പോൾ ഒരു ഞെട്ടലുണ്ടായി. കാരണം എനിക്ക് അസലായിട്ട് അറിയാം ജോസിനെ പോലുള്ളൊരു പ്രതിഭാശാലിക്ക് ചെയ്യേണ്ട നാടകമല്ല ഇത്. ഇതൊരു സോഷ്യൽ പ്ലേ. പക്ഷെ ആ സോഷ്യൽ പ്ലേയിൽ ചെറിയൊരു വ്യത്യാസം എനിക്ക് തന്നെ തോന്നിയെന്താണെന്ന് വെച്ചാൽ, എന്നെ സ്വാധീനിച്ച കവിയുടെ കാൽപ്പാടുകൾ എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു കുഞ്ഞിരാമൻ നായരുടെ. ആ ഒറ്റപ്പെട്ട ജീവിതം എന്നെ വല്ലാതെ, ഒരു പ്രത്യേക വ്യക്തിത്വമാണല്ലോ. അപ്പോൾ അത് കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് കുറച്ച് ഉപകഥാപാത്രങ്ങളെ ഉണ്ടാക്കി കുറേ സാധാരണ ഒരു സോഷ്യൽ നാടകത്തിൽ വേണ്ട മസാലകളൊക്കെ ചേർത്ത് അങ്ങോട്ട് എഴുതി എന്നുള്ളതാണ്. പക്ഷെ ഇത് ജോസിനെ വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരാശങ്കയായി. അങ്ങനെ ജോസ് കോഴിക്കോട് എത്തുന്നു. സ്ക്രിപ്റ്റ് വായിച്ച് തീരുന്നത് വരെ, സത്യം പറഞ്ഞാൽ ഭയഭക്തിയ വായിച്ച് തീരുന്നവരെ ജോസിൻ്റെ മുഖത്ത് ഒരു ഭാവവും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. അശ്രദ്ധയാണ്, എനിക്ക് തോന്നി താല്പര്യക്കുറവുണ്ടാവും ഏതായാലും. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു ജോസിൻ്റെ സാഹചര്യം കൊണ്ടാണോ എന്നറിയില്ല, ജോസ് ഏറ്റെടുക്കുകയാണ്, ഞാൻ ഈ നാടകം ചെയ്യാം. ഞാൻ എന്താണോ ജോസിനെ പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു ജോസേ ആയിരുന്നില്ല എൻ്റെ മുമ്പിൽ ഇരുന്നത്. ഒരു നരിമടയിലേക്കല്ല ഞാൻ കയറി ചെന്നത്, ഒരു പച്ചപ്പാവം. രണ്ടുപേരും സന്ധ്യ വരെ വളരെ മാന്യമായി നാടകം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹം മുഴുവൻ വായിച്ചും പറയും, ഈ നാടകം ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം അതിലൊരു വാചകമാണ്, ആരോ എഴുതി വെച്ച ഒരു ചാലിലൂടെ ഒഴുകിപ്പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പുതിയ ചാലുകൾ ഉണ്ടാക്കണം എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ആത്മകഥത്തോടാണ് ജോസിന് പ്രിയം തോന്നിയത്. പക്ഷെ നാടക എഴുത്തും സംവിധായകനും എന്നതിലുപരി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ജോസിന് എനിക്ക് മനസ്സിലായത്, പ്രതിഭാശാലിയായ ജോസിന് വേണ്ടതായ ഒരു ഇടം കൊടുക്കാൻ കേരളത്തിലെ ഒരു നാടക സങ്കേതത്തിനും കഴിഞ്ഞിട്ടില്ല. അവിടെയൊന്നും ആയിരുന്നില്ല ജോസ് നിൽക്കേണ്ടത്. പിന്നെ എന്താ, കച്ചവടം അറിയാത്ത ഒരു നാടകക്കാരനായിപ്പോയി എന്നുള്ള ഒരു ആ ദയനീയമായ ഒരു പരാജയവും കൂടെ ജോസിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എന്നെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു സംഭവം, യൂത്ത് ഹോസ്റ്റലിലെ ഒരു രാത്രി. നാടകം കഴിഞ്ഞു, റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ഒരു ഭാഗം അത് ചെയ്തിട്ടില്ല. ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ഈ കേന്ദ്ര കഥാപാത്രം വളരെ പരുഷമായിട്ട് തൻ്റെ ഭാര്യയെ, തൻ്റെ മകളെ, അതായത് സ്ത്രീ വിഭാഗത്തെ വിമർശിക്കുന്ന അതിശക്തമായിട്ട് അയാളുടെ അനുഭവം കൊണ്ടുള്ള ഇതുകൊണ്ട് ഉണ്ടായിരുന്നു. അത് ജോസിന് എത്രയായിട്ടും ഞാൻ വായിച്ചിട്ടും പോരാ പോരാ എന്നാണ് പറയുന്നത്. അതിന് കുറച്ച് മൂർച്ച കൂട്ടിയിട്ട്, ഇപ്പോൾ എനിക്ക് ആലോചിച്ചാൽ അത് കുറച്ച് മൂർച്ച അധികം തന്നെയായിരുന്നു. എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. അത് എഴുതി കഴിഞ്ഞു. പക്ഷേ വിൽസൺ സാമുവൽ, ആ നാടകത്തിൽ അഭിനയിക്കുന്ന ചേമഞ്ചേരി നാരായണൻ, KS കോയ, രത്നമ്മ മാധവൻ തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ മുഴുവൻ പറഞ്ഞു, അതൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു അമ്പലപ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു പള്ളിപ്പറമ്പിൽ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ അത്തരം ഒരു പരാമർശം വന്നാൽ ആയിരിക്കും. പക്ഷെ അത് വാസ്തവാണെന്നാണ് ജോസ് സമർത്ഥിക്കുന്നത്. റിഹേഴ്സൽ സ്തംഭിച്ചു പോയി, നടക്കുന്നില്ല. പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. നിങ്ങളൊന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കൂ എന്ന രീതിയിൽ വിട്ടു. എന്താ ജോസിനോട് ഞാൻ പറയേണ്ടത് എന്നറിയില്ല. ജോസ് പറഞ്ഞു അതാണ് കറക്റ്റ്. വായിച്ചു നോക്കിയാൽ കറക്റ്റാണ് ജോസ് പറയുന്നത്. പക്ഷെ ഏതോ ഒരു മുഹൂർത്തത്തിൽ അതേ ജോസ് വന്ന് പറഞ്ഞു, വേണ്ട, ആദ്യം മാഷ് എഴുതിയില്ലേ ആ ഡയലോഗ് മതി, ഞാൻ പറഞ്ഞതൊക്കെ വെട്ടിക്കളയൂ എന്നും പറഞ്ഞ് വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാവുകയാണ്. എന്നിട്ട് ആ നാടകം ഇപ്പം പിന്നീട് കളിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അന്ന് ഞാനിത് ചോദിച്ചപ്പോൾ എന്നോട് ജോസ് പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, ഒരുപാട് സംസാരിക്കാനുണ്ട്, ഞാൻ പോയി വന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം. അന്ന് കഴിഞ്ഞ് പിറ്റേ രാവിലെ ഞാൻ വന്നു. മൂന്നാമത്തെ ദിവസം വിൽസൺ സാമുവലിൻ്റെ ഫോൺ കോളാണ് രാവിലെ. നമ്മുടെ ജോസ് പോയിട്ടുണ്ട്. വളരെ അങ്ങനത്തെ ഒരുപാട് മരണ വാർത്തകൾ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇന്നും എന്നിലൊരു ഷോക്ക് ഉണ്ടാക്കുന്നത് എന്തായിരിക്കാം എന്നോട് പറയാൻ ബാക്കി വെച്ചത് എന്നൊരൊറ്റ ചിന്തയാണ്. എന്തോ ഇന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന. പക്ഷേ എൻ്റെ നാടകങ്ങൾ ഒരുപാട് പേര് സംവിധാനം ചെയ്തിട്ടുണ്ട്, പല രീതിയിലും വളരെ പ്രതിഭാശാലികളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോസ് ചെയ്ത ഒരു വലിയ കാര്യം, ചെയ്തവരൊക്കെ എൻ്റെ നാടകത്തെ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവാം, എന്നെ മാറ്റിയിട്ടില്ല. പക്ഷെ എന്നെ മാറ്റാൻ കഴിഞ്ഞ ഏക സംവിധായകൻ ജോസ് ചെറുമലാണ്. ആ ഓർമ്മകളാണ് ഇന്നും എന്നും എൻ്റെ മുന്നിൽ പച്ച പിടിച്ചത്. ജ്ഞാനപീഠം ഒരുക്കിക്കൊണ്ടിരുന്ന 2 മാസക്കാലം ചിറമൽ വിൽസൺ സാമുവലിനൊപ്പം താമസിച്ചു. ഈ മുറിയിലിരുന്നാണ് നാടകത്തിന്റെ രംഗപാഠം ചിറമൽ തയ്യാറാക്കിയത്. ജോസ് ചെറുമൻ്റെ അവസാന കാലഘട്ടം
അദ്ദേഹത്തോടൊപ്പമായിരുന്നു ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ പോലും ഒരു അഭിമാനവും തോന്നുന്നുണ്ട്. വീട്ടിലെ ഭക്ഷണം മതി, എനിക്ക് ഹോട്ടലിലെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം 2 മാസം തുടർച്ചയായി എല്ലാ ദിവസവും രാവിലെയും ഉച്ചത്തെയും ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം. രാത്രി എനിക്ക് കഞ്ഞി മതി എന്ന് പറയുന്ന ഒരു വളരെ ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ പകലിൽ പല ആഡംബര ഭക്ഷണങ്ങളെക്കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. എനിക്ക് ചെറിയ ഭക്ഷണം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിലെ കുടുംബക്കാരനോട്, അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറഞ്ഞ എൻ്റെ അനിയനാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. നാടകത്തിന്റെ ബ്ലോക്കിംഗ് എല്ലാം തീർത്തതിന് ശേഷം വിൽസൺ സാമുവലിനോട് മ്യൂസിക് റെക്കോർഡ് ചെയ്ത ശേഷം അറിയിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ചിറമൽ നാട്ടിലേക്ക് മടങ്ങുന്നത്. മ്യൂസിക് റെക്കോർഡ് ചെയ്ത ശേഷം ഇനി ഞാൻ വരാം, നമ്മളെ റീറെക്കോർഡിങ്ങിൻ്റെ എല്ലാം ചെയ്തിട്ട് എല്ലാ പൊസിഷനൊക്കെ എടുത്ത് കൃത്യമായി അടയാളപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ടാക്കിയത്. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി എന്ന് പറയുന്നതും എനിക്കിപ്പോൾ ഇപ്പോഴും അത് ഒരു തിരിച്ചു വരാത്തൊരു പോക്കായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം ഞാൻ അറിയുന്നത് 3-ാം നാളാണ്. എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് ഏറ്റവും ആ കർമ്മത്തിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ഒരു സ്ഥലത്തും എൻ്റെ കൂടൊപ്പം വരാത്ത ആളാണ്. ടീച്ചറായതുകൊണ്ടുമല്ല, വീട്ടിലെ കാര്യങ്ങളുണ്ട്. എന്നോടൊപ്പം ഞാൻ വരും, എനിക്ക് ജോസിനെ കാണണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു 2 മാസം വെച്ച് വിളമ്പി കൊടുത്തൊരു ആളെന്ന നിലയിൽ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു മനോവികാരത്തെ ഞാൻ മാനിച്ച് അവരെ കൂടി ഞാൻ കൊണ്ടുപോയി. സ്വന്തം കൂടപ്പിറപ്പുകൾ മരിച്ചിട്ട് പോലും എനിക്ക് അങ്ങനെ ദുഃഖം ഉണ്ടായില്ല. ജോസിന് ഇങ്ങനൊരു മരണം സംഭവിച്ചല്ലോ എന്നൊരു ദുഃഖം എന്നെ മാനസികമായി ഒരു വർക്കിനെ പിന്നീട് ഞങ്ങൾ റിഹേഴ്സൽ ക്യാമ്പ് നിർത്തിവെക്കുകയായിരുന്നു ചെയ്ത്. പിന്നെ തുടർന്നില്ല. അപ്പോൾ പലരും ആവശ്യപ്പെട്ടു ഞങ്ങളത് പൂർത്തീകരിച്ച് തരാം. പക്ഷേ ജോസ് ചെയ്ത വർക്ക് ജോസിൻ്റെ ഓർമ്മയിൽ തന്നെ ചെയ്ത് ജോസിൻ്റെ പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കണം, നാടകം അവതരിപ്പിക്കണം എന്നായിരുന്നെങ്കിൽ ഞങ്ങളത് വേറെ ആയി ഏൽപ്പിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ചില അറിവുകൾ അദ്ദേഹം നമുക്ക് ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ വെച്ചുകൊണ്ട് ആ നാടകം പൂർത്തീകരിക്കുകയും കളിക്കുകയും ചെയ്തു. ജോസിൻ്റെ സംവിധാനത്തിൽ അവസാനത്തെ നാടകം എന്ന ഒരു ശീർഷകത്തിലേക്ക് അത് വളർന്നു വന്നുകയും ഇവിടെ പല ആളുകളും ആ നാടകം ബുക്ക് ചെയ്ത് കളിക്കുകയും ചെയ്തു. ജോസിൻ്റെ ആ വിടവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടക വേദിയിലെ വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കോഴിക്കോട്ടുകാരായ നാടക പ്രവർത്തകരിൽ ചിലരെങ്കിലും ചിറമലിനെ അവസാനം കാണുന്നത് അന്തരിച്ച ശാന്തകുമാറിന്റെ മരം പെയ്യുന്നു എന്ന പേരിലൊരു നാടകം കോഴിക്കോട് കളിക്കുമ്പോഴാണ്. വിനീഷ് പറയുന്നു. അപ്പോൾ ഈ മരം പെയ്യുമ്പോൾ എന്ന് പറയുന്ന നാടകം കാണാൻ വേണ്ടി ഞാനും ജോസേട്ടനും കൂടി ഒരുമിച്ച് ഇരിക്കുന്നു. അപ്പോൾ മരം പെയ്യുമ്പോൾ നാടകം കഴിഞ്ഞതിന് ശേഷം അതിൽ അഭിനയിച്ച അജയൻ എന്ന് പറയുന്ന ഈ കാലിന് വയ്യാത്ത വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം നാടകം കളിക്കുന്നത്. അജയനെ പോയിട്ട് ജോസേട്ടൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജോസേട്ടൻ ആ നാടകത്തിൻ്റെ സാധ്യത, ആ നാടകത്തിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. കാരണം അതിലെ സെറ്റുകളൊക്കെ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് അദ്ദേഹം വാചാലനാവുണ്ട്. ഈ ഒരു മെത്തേഡിനെയൊക്കെ കുറിച്ച് ശാന്തേട്ടനോട് പറയുന്നുണ്ട്. അങ്ങനെ നാടകം കഴിഞ്ഞ് പിന്നെ ശാന്തേട്ടൻ്റെ കൂടെ അവരുടെ നാടക വണ്ടിയിൽ കയറിയിട്ട് ഞാൻ അവിടുന്ന് ബസ് കയറി ഞാൻ പോന്നു. ജോസേട്ടൻ ശാന്തേട്ടൻ്റെ കൂടെ പിന്നെ നാടക വണ്ടിയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ഞാൻ ശാന്തേട്ടനെ കാണുന്നു. ശാന്തേട്ടനെ കണ്ട സമയത്ത് ശാന്തേട്ടൻ പറയുന്നുണ്ട്, കാരണം അവർ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുന്ന് KSRTCയിൽ ജോസേട്ടനെ കയറ്റി വിട്ടതിന് ശേഷമാണ് ശാന്തേട്ടൻ പോയത്. പിന്നെ ജോസേട്ടൻ മരിച്ചതിന് ശേഷം ശാന്തേട്ടൻ ഭയങ്കര വികാരാധീനനായിട്ട് എന്നോട് പറഞ്ഞു അത് അവസാനത്തെ കാഴ്ചയായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. കാരണം അന്ന് ബസ് കയറ്റി വിട്ടു പോകുന്നത് അത് വല്ലാത്തൊരു അനുഭവമായിപ്പോയി എന്നൊക്കെ പിന്നീട് ശാന്തേട്ടൻ എന്നോട് പറയുന്നുണ്ടായി. അപ്പോൾ സത്യത്തിൽ പിന്നെ എനിക്കായാലും ശാന്തേട്ടനായാലും അല്ലെങ്കിൽ ഞങ്ങൾ കോഴിക്കോട്ടുള്ളപ്പോൾ നാടകപ്രവർത്തകർക്കൊക്കെ അവസാനം ഞങ്ങൾ ജോസേട്ടനെ കാണുന്നത് അന്നാണ്. ആ ഓണാഘോഷത്തിൻ്റെ അന്ന് ഈ മരം പെയ്യുമ്പോൾ നാടകം കളിക്കുന്ന അന്നാണ് ഞാനൊക്കെ അവസാനമായിട്ട് കാണുന്നത്. ഈ അവസാന ദിവസങ്ങളിൽ ഒരു നാൾ രാത്രി വൈകിട്ട് കോഴിക്കോട്ട് നിന്ന് ചിറമലിന്റെ ഒരു ടെലിഫോൺ വിളി തനിക്ക് വന്നിരുന്നതായി ഗംഗാധരൻ മാസ്റ്റർ പറയുന്നുണ്ട്. ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ പത്രം വായിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ജോസിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഉടനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു 3-4 ദിവസം മുമ്പേ അവൻ എന്നെ വിളിച്ച് പറഞ്ഞ വാക്കുകളാണ്. അതിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവനത് എന്നോട് പറഞ്ഞത്. ഞാൻ കേട്ടതും അങ്ങനെ തന്നെയാണ്. മാഷേ, ഞാൻ പള്ളിപ്പുറത്തേക്ക് വരുന്നു.
നമുക്ക് നാടകം ചെയ്യണം. ഞാൻ പഴയ ജോസായി, പഴയ മാഷിൻ്റെ ജോസായി, ഗീത ടീച്ചറുടെ ജോസായി അവിടെ വരും. പഴയ തൃശ്ശൂർ ബന്ധങ്ങളൊക്കെ നമുക്ക് വിളക്കി ചേർക്കണം. സത്യത്തിൽ ഞാൻ ആഹ്ലാദിച്ചു. അവൻ വരുമല്ലോ. ഞാൻ അപ്പം തന്നെ ഗീതയെ വിളിച്ചിട്ട് പറഞ്ഞു, ഗീതേ, നമ്മുടെ ജോസ് തിരിച്ചു വരുന്നു. നമുക്ക് ഏതായാലും പിൻഭാഗത്ത് നമുക്കൊരു ഷെഡ് കെട്ടണം. പാണിയേട്ടനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ ഈ വിവരം പറയണം. ഇവിടെ നമുക്ക് നാടക റിഹേഴ്സൽ വീണ്ടും ആരംഭിക്കാം. ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയാണിത് വേണ്ടത് എന്ന്, ആ ഷെഡ് എങ്ങനെ ഉണ്ടാക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പഴയ ഈവൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗോപിയായിട്ട് കൂടി, ടി വി ഗോപിനാഥിൽ, അപ്പോൾ നമ്മൾ ആരായിട്ട് ബന്ധപ്പെടണം, അതിന് നമുക്ക് വേണ്ട ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ ഒരു എൻജിനീയറിങ്ങിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ആലോചിക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ പ്ലാനുകളും പരിപാടികളും ഉണ്ടാക്കുകയായിരുന്നു ഞാൻ. അവൻ വിളിച്ചത് ഏത് നമ്പറിൽ നിന്നാണ് എന്ന് അവൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളൊരു നമ്പറാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ലാൻഡ് ഫോണിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഒരു 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. പിന്നീട് ഞാൻ അവനെ കാണുന്നത് അക്കാദമിയിൽ അശീതീകരിച്ച പെട്ടിക്കുള്ളിൽ അവൻ കിടക്കുന്നതാണ്. പതിവ് പോലെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഞാനത് കുറിച്ചിട്ടുണ്ട്. വീണ്ടും നീ എന്നെ പറ്റിച്ചു ജോസേ, ജോസേ, വീണ്ടും നീ എന്നെ പറ്റിച്ചു എന്ന്. അത് ഒരു വല്ലാത്ത ജന്മമായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, പഴയ ആൾക്കാർ പറയും പുല്ലു തൂത്ത തവിട് പോലെ എന്നാണ്. തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. നനഞ്ഞ പുല്ലിലേക്ക് തൂത്ത തവിട് പോലെ ഉള്ള ഒരു ജന്മം. നാടകത്തിന് വേണ്ടിയിട്ട് തർപ്പണം ചെയ്ത ഒരു ജീവിതം. അതിൽ നിന്ന് നമുക്ക് എന്ത് തിരിച്ചെടുക്കാൻ പറ്റും എന്നതാണ് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ജോസ് ഒരു ഇൻവിസിബിൾ തിയേറ്റർ പേഴ്സണാലിറ്റിയാണ്. അദൃശ്യനായ നാട്യഗുരു അല്ലെങ്കിൽ നാടക ഗുരു എന്നാണ് ജോസിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ജോസിൻ്റെ സാന്നിധ്യം ഈ നമ്മുടെ മലയാള നാടകത്തിൻ്റെ തലമുറകളിലൂടെ ഇപ്പോഴും സഞ്ചരിക്കുകയാണ് എന്നെനിക്കിങ്ങനെ തോന്നുകയാണ്. അതിൻ്റെ തുടർച്ചകളാണ് ഇപ്പോഴും സംഭവിച്ച് കൊണ്ടിരിക്കുന്നത്. അവൻ വിത്തിട്ടതിൻ്റെ തുടർച്ചകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പുല്ല് തൂത്ത് തവിട് പോലെ നിഷ്പ്രയോജനമല്ല. അത് തവിട് പോലെ ആയിരുന്നു, പക്ഷേ അത് നിഷ്പ്രയോജനമല്ല. അതൊരു വലിയ വളമായി പൊന്തുന്നതിൻ്റെ കാഴ്ച കൂടിയാണ് നമ്മൾ മലയാള നാടകത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. വിഷുപ്പക്ഷികളെ പോലെയാണ് ഇത്തരം മനുഷ്യർ. മീനമേടങ്ങളുടെ കത്തുന്ന വരൾച്ചയിൽ വരാനിരിക്കുന്ന ഒരു മഴയെ പ്രവചിക്കുന്നവരാണ് ഇവർ. അത്തരമൊരു വിഷുപ്പക്ഷിയായിരുന്നു നാടകവേദിയെ, മലയാള നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം ജോസ്, എൻ്റെ പ്രിയപ്പെട്ട ജോസ്. കോഴിക്കോട്ട് നിന്ന് കണിമംഗലത്ത് മടങ്ങിയെത്തിയ ചിറമൽ 17-ാം തീയതി രാവിലെ വീടിന് മുന്നിലെ റെയിൽപാളത്തിനപ്പുറത്ത് താമസിക്കുന്ന ശില്പി രാജന്റെ വീട്ടിൽ കയറുന്നുണ്ട്. ആ ദിവസങ്ങളിൽ ശില്പി വരാനിരിക്കുന്ന കേരളപ്പിറവിക്ക് തേക്കിൻകാട് മൈതാനത്ത് പ്രദർശിപ്പിക്കാനായി വലിയൊരു കടലാസു ശില്പത്തിന്റെ നിർമ്മാണത്തിലായിരുന്നു. ശില്പനിർമ്മാണത്തിനൊരു സഹായിയായി രാജനോടൊപ്പം പലപ്പോഴും നിന്നിരുന്ന ചിറമലിന്റെ മകൻ യൂജിനും അപ്പോഴവിടെ ഉണ്ടായിരുന്നു. ഞാൻ കേരളപ്പിറവിയിലെ ശില്പം ചെയ്യുന്ന സമയത്ത് ശില്പി കൃഷ്ണനും പിന്നെ യുജിനും ഞങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ജോസ് വരുന്നത്. ജോസ് വന്ന് ഞങ്ങളായിട്ട് സംസാരിച്ചു. എന്നിട്ട് ഇപ്പോൾ മോഹൻ രാജൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചിട്ട് എന്താ യുജിൻ്റെ എന്തോ പൈസ യുജിന് മേടിച്ചു. എന്നിട്ട് ശില്പി യൂജിന് കൊടുത്ത കാപ്പിക്കാശിൽ നിന്നും അല്പം വാങ്ങി, ഞാനിന്ന് എന്റെ മകൻ സമ്പാദിച്ച പണം കൊണ്ട് കള്ള് കുടിക്കുമെന്ന് പറഞ്ഞ് പാതയോര വഴിയിലൂടെ നടന്നുപോയ ചിറമൽ അന്നും അതിന്റെ പിറ്റേന്നും മടങ്ങി വന്നില്ല.